ഹലോ ചവരെ, എല്ലാവർക്കും കിങ്സ് വേൾഡിന്റെ മറ്റൊരു സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നമ്മുടെ എംഐയുടെ 360 ഡിഗ്രി ഹോം സെക്യൂരിറ്റി ക്യാമറയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോ അധികം ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഷോമിയുടെ ഈ ക്യാമറയിൽ 3 കാര്യങ്ങളാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഒന്ന് ഡുവൽ ബാൻഡ് വൈഫൈയും, അതുപോലെ തന്നെ AI മോഷൻ ഡിറ്റക്ഷനും, അതുപോലെ തന്നെ നൈറ്റ് വിഷനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും മുന്നിലിട്ടിരിക്കുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2K Pro റെസൊല്യൂഷനിൽ നമുക്ക് ഇതിലെ ഫുട്ടേജ്, ക്യാമറ ഫുട്ടേജ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അലക്സയും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് നമുക്കിതിൽ സപ്പോർട്ടബിൾ ആണ്. നമുക്കിത് നമ്മുടെ ഫോണിൽ കാണാനായിട്ട് MIയുടെ ഒരു ആപ്പ് ഉണ്ട്, MI ഹോം എന്ന് പറഞ്ഞൊരു ആപ്പ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ റീസെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒരു പേര്, അതുപോലെ തന്നെ എവിടെയാണ് ഈ ക്യാമറ വെക്കുന്നത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലൊരു പോപ്പപ്പ് വിൻഡോ കാണാൻ പറ്റും. നമ്മുടെ ക്യാമറയുടെ ഒരു ചെറിയൊരു ഇമേജ് ഇത് കൊടുത്തേക്കുന്ന ഒരു പോപ്പപ്പ് വിൻഡോ. അതിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്പൺ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആ ഓപ്പൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറയുടെ ഒരു ലോഡായി വരുന്നതാണ് പറ്റും. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ആപ്പിലുള്ള കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളും പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആ റോയിലുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു മൈക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. ഈ മൈക്കിന്റെ ഓപ്ഷൻ വെച്ചിട്ട് ഈ ഓപ്ഷൻ വെച്ച് 2-way ടോക്കിംഗ് നമുക്ക് നടത്താൻ പറ്റും. നമ്മുടെ ക്യാമറേന്റെ അകത്ത് ഒരു ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ട്. ആ സ്പീക്കറും മൈക്കും ഉപയോഗിച്ച് നമുക്ക് ഫോണിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേ ക്ലാരിറ്റിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ലോഗവും, നമുക്കിപ്പോൾ ഒരു ആള് വരികയാണെങ്കിൽ അയാളുടെ ഇമേജ്, ഫോട്ടോ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് വരുന്നത്. ഇത് കാണുന്ന പോലത്തെ ഒരു ഫോട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്യാമറ, നമുക്കൊരു വീഡിയോയുടെ ഒരു ലോഗോ നമുക്കവിടെ കാണാൻ പറ്റും. ഈ വീഡിയോയുടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുത്ത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇതിലൊരു സർക്കിള്, ബ്ലാക്ക് സർക്കിള്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് സർവൈലൻസ് എന്നൊരു ഓപ്ഷൻ, ഒരു ബെല്ലിന്റെ സിമ്പിളുള്ള സർവൈലൻസ് എന്ന ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്തായിട്ട് നമുക്ക് രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്ലേ ബാക്ക് ആണ്. സ്റ്റോറേജ് മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിന്റെ മേളിൽ സൈഡിലായിട്ട് തന്നെ ത്രീ ഡോട്ട് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്താൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ക്യാമറ സെറ്റിംഗ്സ് എന്ന് പറയുകയാണെങ്കിൽ കുറെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയാം. സ്റ്റാറ്റസ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ വരുന്നൊരു ബ്ലൂ ലൈറ്റ് ആണ്. അത് നമുക്ക് ക്യാമറ സ്റ്റാറ്റസും കാര്യങ്ങളും അറിയാനുണ്ട്. അതുവഴി നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പറ്റും. അതുപോലെ ഫിസിക്കൽ ലെൻസ് ബ്ലോക്കിംഗ്, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാമറ ലെൻസ് ബ്ലോക്ക് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് ആ മോഡ് തിരിച്ച് നമുക്ക് ക്യാമറ ഓൺ ആക്കണമെങ്കിൽ സൈഡിലായിട്ട് ഒരു പവർ ബട്ടന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സിമ്പിൾ, ആ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച ക്യാമറ ഓണായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്തായിട്ടുള്ള സെറ്റിംഗ്സ് വരുന്നത് ഇമേജ് സെറ്റിംഗ്സ്, നൈറ്റ് വിഷൻ സെറ്റിംഗ്സ്, കൊളാബറേഷൻ സെറ്റിംഗ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാക്കിംഗ്. ഒരു ആള് വന്നു കഴിഞ്ഞാൽ ആളെ ഫോളോ ചെയ്ത് അതിൽ ഫുട്ടേജ് നമുക്ക് എടുത്തു തരും. ക്യാമറ കൊളാബറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റെപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്യാമറ കൊളാബറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി തരും. അതുപോലെ തന്നെ നൈറ്റ് വിഷൻ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ക്യാമറയിൽ ഉള്ളത് രാത്രിയാകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഈ ക്യാമറയിൽ നമുക്ക് കളറായിട്ടുള്ള വിഷ്വൽസ് ഇട്ടാനായിട്ട് നൈറ്റ് വിഷൻ സെറ്റിംഗ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് രണ്ടും ആക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ MIയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറ. ഇവൻ എനിക്ക് തോന്നിയത് ആള് കൊള്ളാം, എന്റെ അഭിപ്രായത്തില് തായിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ വരുന്നത് ഇതിന് നമുക്ക് ആമസോണിൽ കിട്ടുന്നത് 4000 രൂപക്കാണ്. ഞാൻ ഇത് 4000 രൂപ മേടിച്ചത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിങ്സ് വേൾഡ് 9 എന്നൊരു അക്കൗണ്ട് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസ് ഞാൻ പിന്നെ വരും. അതുവരേക്കും ബൈ.